السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്, അതിൽ കൊടുത്തിട്ടുള്ള ഹദീസുകളും അസറുകളുമെല്ലാമാണ് നാം വായിക്കുന്നത്. ഖദറുള്ള വിശ്വാസം നാം പറഞ്ഞു, നിളാമു തൗഹീദ് എന്ന് സഹാബികൾ പറയാറുള്ള, തൗഹീദിന്റെ സംഹിത എന്ന് പറയാറുള്ള മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഖദറുള്ള വിശ്വാസം ശരിയാവുക എന്നത്. ഖദറുള്ള വിശ്വാസം പ്രധാനമായും അള്ളാഹുവിന്റെ ഇൽമ്, അതിനെ നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അതിൽ തസ്ലീം, കീഴൊതുങ്ങണം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവ്വം മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. അതിൽ ഖദറിന്റെ വ്യത്യസ്ത ഇനങ്ങൾ ഇതിൽ പറഞ്ഞു. ഒന്ന്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയത്. രണ്ടാമത്തേത്, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് അർവാഹുകളുടെ ലോകത്ത് വെച്ച് അള്ളാഹു നടത്തിയ ഒരു ഖദർ. മൂന്നാമത്തേത്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് എഴുതപ്പെടുന്ന ഖദർ. അതാണ് കഴിഞ്ഞ ഹദീസിൽ സാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ പറഞ്ഞത്. അതുവരെയാണ് വായിച്ചത്. ഇനി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസും ഉണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ എത്ര ദിവസത്തിലാണ് രേഖപ്പെടുത്തുന്നത്? 120 ദിവസത്തിന് ശേഷമാണ്. എന്നാൽ 40-45 ദിവസത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന മറ്റൊരു രേഖയും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. പണ്ഡിതന്മാർ ഇത് രണ്ടിനെയും ഒരുമിച്ച് ഗർഭപാത്രത്തിലുള്ള രേഖ എന്ന നിലക്ക് മാത്രം പറയാറുണ്ട്. ചില പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചും പറയാറുണ്ട്. അതിനെ അറിയിക്കുന്ന ഹദീസാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള റിവായത്ത്. وعن حذيفة بن أسيد رضي الله عنه يبلغ به النبي صلى الله عليه وسلم قال. حذيفة بن أسيد رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു റിവായത്തിൽ, يدخل الملك على النطفة بعدما تستقر في الرحم ب40 أو 45 ليلة. يدخل الملك على النطفة, നുത്ഫയായിരിക്കുന്ന സമയത്ത് തന്നെ, അഥവാ ഒരു ബീജമായിരിക്കുന്ന സമയത്ത് തന്നെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ എപ്പോഴാണ് മലക്ക് വരുന്നത്? അതൊരു മുദ്ഗയാവുമ്പോഴാണ്. നുത്ഫ കഴിഞ്ഞ് അലഖ കഴിഞ്ഞ് മുദ്ഗയാവുമ്പോഴാണ്. എന്നാൽ നുത്ഫയായിരിക്കുന്ന സമയത്ത് തന്നെ ബഅദമാ തസ്തഖിറു ഫി الرحم ب40 أو 45 ليلة, ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് ആ ഒരു ബീജം പ്രവേശിച്ച് 40 ദിവസമോ അതല്ലെങ്കിൽ 45 ദിവസമോ കഴിഞ്ഞ ആ സമയത്ത്, 40 ദിവസമോ അല്ലെങ്കിൽ 45 ദിവസമോ. ഫയഖൂൽ, അവിടെ യദ്ഖുൽ മലക്ക്, ഒരു മലക്ക് ആ നുത്ഫയിൽ പ്രവേശിക്കും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഈ നുത്ഫയുടെ അടുക്കൽ ഉണ്ടാവും. ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും, യാ റബ്ബി അശഖിയുൻ ഔ സഈദുൻ, റബ്ബേ ഇവൻ ദൗർഭാഗ്യവാനാണോ അല്ല സൗഭാഗ്യവാനാണോ, അഥവാ നരകാവകാശിയാകുമോ സ്വർഗാവകാശിയാകുമോ. ഫയുക്തബാനി, അങ്ങനെ അത് രേഖപ്പെടുത്തും. ഫയഖൂൽ, എന്നിട്ട് വീണ്ടും ചോദിക്കും, യാ റബ്ബി അദകറുൻ ഔ ഉൻസ, ആണാണോ പെണ്ണാണോ, ഈ വളരുന്ന കുട്ടി ആരാവണം, ആണാവണോ പെണ്ണാവണോ എന്ന് തീരുമാനിക്കുന്ന ഒരു സമയമാണെന്ത്? 40-45 ദിവസമാകുന്ന നുത്ഫയായിരിക്കുന്ന സമയത്ത് മലക്ക് ചോദിക്കും, ആണാണോ പെണ്ണാണോ. ഫയുക്തബാനി, അത് രേഖപ്പെടുത്തും, ആണാവണോ പെണ്ണാവണോ എന്നുള്ളത്, അത് ജനിക്കുന്ന കുട്ടി. വയുക്തബു അമലുഹു വഅസറുഹു വഅജലുഹു വറിസ്ഖുഹു, വയുക്തബു അമലുഹു, അവന്റെ അമൽ രേഖപ്പെടുത്തും. വഅസറുഹു, അതുപോലെ തന്നെ അമലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. വാജലുഹു, അവന്റെ ആയുസ്.
വരിസ്ഖുഹു അവന്റെ ഉപജീവനം അതെന്തൊക്കെയായിരിക്കണം എന്നുള്ളത് രേഖപ്പെടുത്തും. സുമ്മ തുത്വസ്സുഹഫു പിന്നീട് ആ രേഖയുടെ ഏടുകൾ ചുരുട്ടപ്പെടും. ഫലാ യുസാദു ഫീഹ വലാ യുൻഖസ് അതിൽ നിന്ന് പിന്നെ കൂട്ടുകയോ കുറക്കുകയോ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ഹദീസാണിത്. അപ്പോ ഗർഭപാത്രത്തിൽ വെച്ചുള്ള ഖദർ ഒന്ന് നമ്മൾ പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ 120 ദിവസത്തിൽ 40 ദിവസം നുത്ഫ, 40 ദിവസം അലഖ, 40 ദിവസം മുദ്ഗ കഴിഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പ്രകാരം ഒരു മലക്ക് വന്ന് ഗർഭപാത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരു രേഖപ്പെടുത്തൽ കൂടി നടന്നിട്ടുണ്ട്. അത് ആണാണോ പെണ്ണാണോ എന്നും ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് 2 എണ്ണമുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അത് രണ്ടും ഒന്നായി എണ്ണിയാൽ മതിയെന്നും അത് രണ്ടും 2ആയി എണ്ണണമെന്നുമുള്ള അഭിപ്രായം കാണാൻ സാധിക്കും. ഇതും കഴിഞ്ഞ ഹദീസ് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെയും ഖുദ്റത്തിനെയും അറിയിക്കുന്ന ഖവാ ഖദറിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഹദീസാണ്. അടുത്ത ഒരു ഹദീസ് ഈ ഖവാ ഖദറുമായിട്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അദബിനെ അറിയിക്കാനാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അടുത്ത ഒരു ഹദീസ് കൊടുത്തിട്ടുള്ളത്. അതായത് ചില ആളുകൾ മറ്റു ചില ആളുകളെ സംബന്ധിച്ച് അയാൾ എന്തായാലും സ്വർഗത്തിലാണ് അല്ലെങ്കിൽ അയാൾ നരകത്തിലാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത് കാണാം. ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് കാണാം. സ്വർഗമോ നരകമോ നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ള അവകാശം നമുക്ക് എന്തേ ഉള്ളൂ? അള്ളാഹും റസൂലും പറഞ്ഞവരെ മേലേ ഉള്ളൂ. ഇപ്പോ ഫിർഔനോ അല്ലെങ്കിൽ അബൂജഹലോ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താണ്? അത് ഉറപ്പായിട്ടും നരകത്തിലാണ് എന്ന് നസ്സ് കൊണ്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. അതേസമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം അവർ സ്വർഗത്തിലാണ് എന്നുള്ളത് ഒരു നസ്സ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചുള്ള കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം നരകവും ഉറപ്പിച്ച് പറഞ്ഞവരെ അങ്ങനെ തന്നെ നാം വിശ്വസിച്ചിരിക്കണം, പറഞ്ഞിരിക്കണം. എന്നാൽ അതല്ലാത്ത ആളുകൾ അയാൾ സ്വർഗത്തിലാണ് അയാൾ നരകത്തിലാണ് എന്ന് ഖണ്ഡിതമായി പറയാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ അയാളുടെ കർമ്മങ്ങൾ സ്വർഗാവകാശമുള്ള കർമ്മങ്ങളാണ് അയാൾ ചെയ്യുന്നത് ഷിർക്കിന്റെ കർമ്മങ്ങളാണ് അല്ലെങ്കിൽ ബിദ്അത്തിന്റെ കുഫറിന്റെ നരകാവകാശിയുടെ കർമ്മങ്ങളാണ് എന്ന് പറയാം. പക്ഷെ അയാളുടെ മേലെ വിധി കൽപ്പിക്കാൻ നമുക്ക് എന്തില്ല? അവകാശം ഇല്ല. ഒരാൾ ഇന്നതാണ് എന്ന് പറയാൻ. അതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന അത് ഖവാ ഖദറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ അറിയുന്ന അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ട അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള അടിസ്ഥാനം. ചിലപ്പോൾ ശിർക്കും കുഫറും മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അവസാനത്തെ ഒരു നിമിഷത്തിൽ എന്ത് മതി? ഒരു സിദ്ഖോട് കൂടിയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി. അവനെന്താകും? സ്വർഗാവകാശിയാകും. ബാഹ്യമായി എല്ലാ നല്ല കർമ്മം ചെയ്ത ആളായിരിക്കും. പക്ഷെ അയാൾ ഒരു ശിർക്കോ കുഫറോ സംഭവിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന സന്ദർഭത്തിലാണ് അവസാനത്തിൽ മരണപ്പെട്ടത്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അയാളുടെ അവസ്ഥ എന്താണ്? അയാൾ ജീവിതകാലം ചെയ്ത കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഈ ഒരു അദബ് പാലിക്കേണ്ടത്. وفي صحيح مسلم إلى حديث عن عائشة رضي الله عنها قالت عائشة رضي الله عنها പറയുകയാണ് دعي رسول الله صلى الله عليه وسلم إلى جنازة صبي من الأنصار നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അൻസാരികളിൽപ്പെട്ട ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ ജനാസയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബികളുടെ രീതിയായിരുന്നു മരണം അടുത്തിരിക്കുന്ന ആളുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുക എന്നുള്ളത്. ഇപ്പൊ ആരെങ്കിലും മരിക്കാൻ ആയിട്ടുണ്ട് തോന്നിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാനും അതല്ലാതെ വസിയത്തുകൾ കേൾക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ പിന്നീട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബുദ്ധിമുട്ടായി മാറി. കാരണം ആളുകൾ മരിക്കുക എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. മരിക്കാനായി തോന്നുമ്പോ വിളിക്കുമ്പോൾ ചിലപ്പോൾ മരിക്കൂല. ആ സമയത്ത് മരണം ഉടൻ ഉണ്ടാവുക അതിലൊന്നും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ബുദ്ധിമുട്ടായി തീർന്നപ്പോൾ പിന്നീട് സഹാബികൾ അങ്ങനെ വിളിക്കൽ നിർത്തി. മരണപ്പെട്ടതിന് ശേഷം ജനാസയുമായി ബന്ധപ്പെട്ട് മയ്യത്ത് നിസ്കരിക്കാനൊക്കെയാണ് പിന്നീട് വിളിക്കാറുണ്ടായിരുന്നു. അതേ കാലത്ത് മരണം അടുത്താൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ടുവരാറുണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഒരു കുട്ടി മരണപ്പെട്ടപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു. സബി എന്ന് പറഞ്ഞാൽ ഒരു പൈതല്, വളരെ ചെറിയ കുട്ടി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കപ്പെട്ടു. ഫഖുൽതു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു തൂബ എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങൾ ഉലമാക്കൾ പറഞ്ഞത് കാണാം. സ്വർഗത്തിലെ ഒരു താഴ്വരയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലെ വൃക്ഷമാണ്, ഒരു മഹത്തായ സ്ഥാനമാണ്, അല്ലെങ്കിൽ പൊതുവെയുള്ള ആശംസയാണ് എന്ന അർത്ഥത്തിലൊക്കെ പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് പറയുന്നത്. തൂബാലഹു അഥവാ ഇവിടെ ഉദ്ദേശം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ കുട്ടിക്ക് സ്വർഗമുണ്ടല്ലോ. ഉസ്ഫൂറുൻ മിൻ അസാഫീരിൽ ജന്ന ലം യഅമലിസ് സൂഅ വലം യുദ്രിഖു. ഉസ്ഫൂറുൻ മിൻ അസാഫീരിൽ ജന്ന സ്വർഗത്തിലെ കുഞ്ഞു കിളികളിൽ ഒരു കിളിയാണല്ലോ അവൻ.
ലം യഅമലു സൂഅ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വലം യുദ്രിഖു, അവന് തെറ്റിലേക്കും അടുത്തിട്ടുമില്ല, അവന് ശിക്ഷ പിടികൂടാനുള്ള ഒരു അവസ്ഥയിലും ആയിട്ടില്ല. ഫഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ, അതായത് ഒരു കുട്ടി മരണപ്പെട്ടു, ആ കുട്ടി എന്തായാലും സ്വർഗ്ഗത്തിലാണെന്ന് നിലക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ ഗൈറ ദാലിക യാ ആയിഷ, ആയിഷ അങ്ങനെയല്ല, നീ പറഞ്ഞ പോലെയല്ല കാര്യം, അങ്ങനെയല്ല. ഇന്നല്ലാഹ ഖലഖ ലിൽ ജന്നതി അഹ്ലൻ, അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കുറച്ച് ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, സ്വർഗ്ഗത്തിന്റെ ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖലഖഹും ലഹാ വഹും ഫീ അസ്ലാബി ആബാഇഹിം, അവരവരുടെ പിതാവിന്റെ മുതുകിലുള്ളപ്പോൾ തന്നെ അവരതിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അഥവാ പിതാവിന്റെ മുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്ലം പുറപ്പെടുന്ന, അത് പുറപ്പെടാനുള്ള കാരണമാകുന്ന ആ ശക്തി കേന്ദ്രമാകുന്നിടത്ത് തന്നെ, അഥവാ ഒരു ഉപ്പാന്റെ ശരീരത്തിൽ ഒരു ശുക്ലത്തിന്റെ കണികയായിട്ടുണ്ടാകുന്ന കാലത്ത് തന്നെ എന്തുണ്ട്, സ്വർഗാവകാശികളെ സ്വർഗത്തിനായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. വഖലഖ ലിന്നാരി അഹ്ലൻ, നരകത്തിലേക്കും ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖലഖഹും ലഹാ വഹും ഫീ അസ്ലാബി ആബാഇഹിം, അവരവരുടെ പിതാവിന്റെ മുതുകിൽ, അഥവാ ഒരു ശുക്ലത്തുള്ളിയായിട്ട് ആ പിതാവിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവർ നരകാവകാശിയായിട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം ഖളാ ഖദറിന്റെ ബാബാണ്. കാരണം ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ എന്നുള്ളത് അല്ലാഹു തആല, അപ്പൊ നമ്മൾ കഴിഞ്ഞ ഹദീസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മുമ്പേ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ മറ്റൊരു കാര്യം, മറ്റൊരു മസ്അല കൂടിയും ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. എന്താണ്? സ്വബിയ്യകൾ അല്ലെങ്കിൽ അത്ഫാലുകൾ, ചെറിയ കുട്ടികൾ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വിധി എന്താണ്? ഇവിടെ അതാണുള്ള വിഷയം. അവർ മരണപ്പെട്ടാൽ അവരുടെ വിധി എന്താണ്? അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള ചർച്ച. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതിൽ എല്ലാവരും ഏകോപിച്ചിട്ടുള്ള കാര്യം, മുഅ്മിനായ ഉപ്പാന്റെയും ഉമ്മാന്റെയും മകനാണ് അല്ലെങ്കിൽ മകളാണ്, കുട്ടിയാണ് മരണപ്പെടുന്നതെങ്കിൽ അവർക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്. ഇതിൽ ഇജ്മാഅോടുകൂടി ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഖിലാഫ് വന്നിട്ടുള്ള വിഷയം കാഫിരീങ്ങളായ ആളുകളുടെ വിഷയത്തിൽ എന്താണ്, അവരുടെ കുട്ടികളുടെ വിഷയത്തിൽ എന്താണ് വിധി എന്നുള്ളതാണ്. അവർ സ്വർഗാവകാശികളാണോ അല്ല നരകാവകാശികളാണോ? പല ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ ചർച്ചകൾ ധാരാളം രീതിയിൽ നടന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ത്വരീഖുൽ ഹിജ്റത്തൈൻ ബാബ് സഅദത്തൈൻ ബി ത്വരീഖുൽ ഹിജ്റത്തൈൻ, കിതാബിന്റെ പേര് ശരിക്കും ഓർമ്മയില്ല, അങ്ങനെയാണ്. അതിൽ 8ഓളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് പറയുന്നുണ്ട്. 8 അഭിപ്രായങ്ങൾ. മരണപ്പെട്ടു പോകുന്ന ചെറിയ പിഞ്ചു പൈതലുകൾ, അതുപോലെ തന്നെ ജന്മനാ ചെവി കേൾക്കാത്ത ആളുകൾ, ബുദ്ധിയില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് വിധി എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ പരലോകത്ത് ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് ഒരു റസൂലിനെ അയക്കും. പരലോകത്ത് അവർക്ക് കേൾവിയും ബുദ്ധിയും ബോധവുമുള്ള അവസ്ഥയിൽ അവരിലേക്ക് റസൂലുകളേക്കും. കാഫിറായ ആളുകളുടെ ചെറിയ കുട്ടികൾ, അതുപോലെ ജന്മനാ ചെവി കേൾക്കാത്ത ആളുകൾ, അതുപോലെ ബുദ്ധിയില്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ റസൂൽ എത്താത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവരിലേക്ക് അയച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലാഹു തആല അവരോട് കൽപ്പിക്കും, ഞാൻ അയക്കുന്ന റസൂലിനെ അനുസരിക്കണമെന്ന്. ആ റസൂൽ അങ്ങനെ നരകം കാണിച്ച് നരകത്തിലേക്ക് പോകാൻ പറയും, നരകത്തിലേക്ക് പ്രവേശിക്കാൻ പറയും. അപ്പോ ആ നരകത്തിലെ അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത്? ആ റസൂലിനെ അനുസരിക്കണം എന്നാണ്. ഈ റസൂൽ എന്താ പറയാ? നരകം കാണിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കണം, അതിലേക്ക് കയറണം എന്ന് പറയും. അപ്പൊ ആ നരകത്തിലേക്ക് പോയ ആളുകൾ, ആ റസൂലിനെ അനുസരിച്ച ആളുകൾ എന്തായിരിക്കും? സ്വർഗാവകാശികളായി തീരും, അല്ലാത്ത ആളുകൾ നരകാവകാശികളായി തീരും എന്നുള്ള അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. അല്ലാതെ നിരുപാധികം കാഫിര്യങ്ങളുടെ മക്കളും സ്വർഗത്തിലാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല അവരും നരകത്തിലാണ് എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. വ്യത്യസ്ത ചർച്ചകളുണ്ട്, അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. നമ്മുടെ ബാബ് ഖളാ ഖദറുമായി ബന്ധപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അല്ലെങ്കിൽ മനുഷ്യർ ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ ഇൽമും അള്ളാഹുവിന്റെ ഖുദ്റത്തുമാണ്. അടുത്ത ഹദീസ്, وعن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم كل شيء بقدر حتى العجز والكيس رواه مسلم. എല്ലാ കാര്യവും ഹത്തൽ അജ്സ് വൽ കൈസു,
എല്ലാ കാര്യം കുല്ലു ഷൈഇൻ ബിഖദർ, എല്ലാ കാര്യവും ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ ഏത് നിസ്സാരമായൊരു കാര്യമാണ് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിലും അത് അല്ലാഹു തആല നിർണയിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു മരത്തിൽ നിന്ന് ചെറിയൊരു ഇല, വളരെ ചെറിയൊരു ഇല നിങ്ങൾ മനസ്സിലായിക്കോളി, ആ ഇല ഈ ഭൂമിയിൽ ഇന്ന സ്ഥലത്ത് വന്ന് വീഴണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നൊരു രോമം വീണു പോകുന്നുണ്ട് എങ്കിൽ, ഒരു താടിയുടെയോ മുടിയുടെയോ രോമം വീണു പോകുന്നുണ്ട് എങ്കിൽ അതിന്റെ എണ്ണവും അതിന്റെ നീളവും അത് എത്രയായിരിക്കണം, എവിടെയായിരിക്കണം എന്നുള്ളത് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അതിന്റെ എത്ര മൈന്യൂട്ട് അളവ് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഏത് കാര്യമാവട്ടെ അതെല്ലാം എന്താണ്, ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ഷൈഇൻ ബിഖദർ. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു, ഹത്തൽ അജ്സ് വൽ കൈസു. അജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലത എന്ന് പറയും. അജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലത എന്നാണ് പറയുക. അജിസ് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുണ്ടാകുന്ന ദുർബലതക്കാണ് അജിസ് എന്ന് പറയുക. ശരീരം കൊണ്ട് ഒരാൾ ദുർബലനാകുന്നതിനാണ് അജിസ് എന്ന് പറയുക. മനസ്സുകൊണ്ട് നീയത്ത് കൊണ്ട് ദുർബലാകുന്നതിന് വാക്കുണ്ട്, അതാണ് കസ്ല്, അലസത എന്ന് പറയുക. മടി എന്ന് പറഞ്ഞാൽ ഒരാൾ നീയത്ത് കൊണ്ട് ദുർബലനാവുക. ശക്തിയൊക്കെ ഉണ്ടാവും, പക്ഷെ അവന് നീയത്ത് ശക്തി ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ദുർബലതക്കാണ് കസ്ല് എന്ന് പറയുക. എന്നാൽ നല്ല നീയത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ പിന്നെ ശരീരം ദുർബലായിരിക്കും, ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവന് നല്ല നീയത്തൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് അജിസ് എന്ന് പറയുക. പ്രായാധിക്യത്തിനൊക്കെ പറയും. വൽ കൈസ്, കൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നഷാത്ത് വൽ അസ്മു വൽ ഹസം, ഒരു ദൃഢനിശ്ചയം, ഒരു ഉന്മേഷം, ഒരു ഉണർവ്, അതിനാണ് കൈസ് എന്ന് പറയാ. ബുദ്ധി സാമർത്ഥ്യം, അങ്ങനെ ആ ഒരു നിലക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൈസ് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. അപ്പോ ഈ അജിസും കൈസും, ഒരാൾ ദുർബലനായ ഒന്നിനും വയ്യ, ഞാൻ അങ്ങനെയാണ്, ആ നിലക്കാകുന്നതും, ഒരാൾ ഉന്മേഷവാനായി കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങളും വരെ എന്തിൽ പെട്ടതാണ്, ഖദറിൽ പെട്ടതാണ്. ചില സഹാബികൾ പറഞ്ഞത് കാണാം, നീ നിന്റെ താടിക്ക് കൈ വെക്കുന്നത് പോലും ഖദറിൽ പെട്ടതാണ്. നമ്മൾ നമ്മുടെ താടിക്ക് കൈ കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതുപോലും ഖദറിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം കൃത്യമായി നിർണയിച്ച് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഖദാ ഖദറിൽ നമ്മൾ ദൃഢമായി വിശ്വസിക്കേണ്ട കാര്യമാണ്. കാരണം സഹാബികളുടെ അവസാന കാലത്ത് തന്നെ ഇറങ്ങി പുറപ്പെട്ട പിഴച്ച കക്ഷികളാണ് ഖദരിയാക്കൾ എന്നുള്ളത്, ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ എന്നുള്ളത്. കാരണം ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഖദർ മാത്രമല്ല, ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് അളവുകോലാക്കാൻ പറ്റൂല. കാരണം ഒരു കാര്യത്തിനെ അളക്കണമെങ്കിൽ അതിന് അളവുകോലായിട്ടുള്ളൊരു കാര്യം കൊണ്ടേ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോ 1 മീറ്റർ അരി വേണമെന്ന് പറയാൻ പറ്റുമോ? 1 മീറ്റർ അരി വേണം പറയാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ കാരണം എന്താണ്, അരിയുടെ അളവ് പോലല്ല 1 മീറ്റർ എന്നുള്ളത്. അതുപോലെ അള്ളാഹുവിനെയോ ദീനെയോ അളക്കാനുള്ള സാധനമല്ല എന്ത്, ബുദ്ധി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യോജിക്കാത്തൊരു സാധനം കൊണ്ട് അതിനെ അളന്നിട്ട് യാതൊരു കാര്യമില്ല. അവിടെ ഒന്നേ ഉള്ളൂ, തസ്ലീം, കീഴൊതുങ്ങുക എന്നുള്ളത്. എന്നാൽ ബുദ്ധിയുണ്ട്, ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ സൃഷ്ടാവാണ്, അള്ളാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളത്, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട്, ഖുർആൻ സത്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ഈ കാര്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ ചിന്തിക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനും ഖുർആനിൽ ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മനോഹരമായിട്ടുള്ള ഒരു ഉപമ ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഒരു കിതാബുണ്ട്, കുറച്ച് വലുതാണ്, ബിൽ അഖ്ലി വൻ നഖൽ പറഞ്ഞിട്ട്. അഥവാ ബുദ്ധിയും പ്രമാണവും തമ്മിലുള്ള എതിരായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മുത്തക്കല്ലിമീങ്ങൾക്കൊക്കെ മറുപടി എഴുതിയിട്ടുള്ള കിതാബാണ്. 13 വോളിയറ്റുണ്ട്. അത് മുഖ്തസറാക്കിയിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തന്നെ അത് ചെറിയ രൂപത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു ഉപമയുണ്ട്, ഈ ബുദ്ധിയും പ്രമാണത്തിനും ഉപമയായിട്ട് പറയുന്നത്. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, 2 കൂട്ടുകാരന്മാര്, അതിൽ ഒരാള് കച്ചറ കളിച്ച് നടക്കുന്ന ഒരാളായിരുന്നു, കച്ചറ കളിച്ചിട്ട് തെമ്മാടിത്തരം ചെയ്ത ഒരാളായിരുന്നു. മറ്റേ ആള് നല്ല രീതിയിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. അതിന് ഇയാള് പറഞ്ഞു കൊടുത്തിട്ട് ഈ കച്ചറ കളിച്ച് നടന്നിരുന്ന ആളെന്തായി, അയാൾക്ക് മനസ്സിലായി എനിക്കൊരു ഇലാഹുണ്ട്, എനിക്ക് ബാധ്യത ഉണ്ട്, പരലോകമുണ്ട്, ഞാൻ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നിട്ട് നന്നായി. അങ്ങനെ അവര് കുറെ കാലം ജീവിച്ചു കഴിഞ്ഞപ്പോ, കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം നല്ല ആളായിരുന്ന ആളുണ്ടല്ലോ, അയാൾ എന്തായി, കുഫറും അതുപോലെ തന്നെ പഴച്ചു പോകാൻ തുടങ്ങി, പഴച്ച വാദങ്ങളൊക്കെ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അള്ളാഹിനെ നിഷേധിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് ഇയാളോട് വന്ന് പറഞ്ഞു, നന്നായ ആളോട് വന്ന് പറഞ്ഞു, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾ ഇപ്പൊ പറയുന്നത് കേൾക്കുക വേണ്ടത് അല്ല, ഇയാൾക്ക് ബോധ്യപ്പെട്ട് സ്വീകരിക്കുക വേണ്ടത്. അതുപോലെയാണ് ബുദ്ധിയും
പ്രമാണങ്ങളൊന്നും. അതായത് ബുദ്ധി പ്രമാണങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധി ഉണ്ടാവും. പിന്നെ പ്രമാണം ശരിയാണെന്ന് അത് കീഴൊതുക്കണം, അത് വിശ്വസിക്കണം എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി വന്നിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ബുദ്ധിയെ തള്ളണം, ആ പ്രമാണങ്ങളെ അംഗീകരിക്കണം. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഉപമയിലൂടെ ആ കാര്യം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നുണ്ട്. അതിൽ വേറെ ഒരുപാട് തെളിവുകൾ കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും ഈ ഒരു വിഷയത്തെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള കിതാബാണ്. അടുത്ത ഹദീസ് തഫ്സീർ ഖൗലിഹി തആല തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, സൂറത്തുൽ ഖദറിലെ 4-ാമത്തെ ആയത്ത്, ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തിന്റെ തഫ്സീർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതും ഖദറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വഅൻ ഖതാദത റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി തആല തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ അൽ ഖദർ, സൂറത്തുൽ ഖദർ ആയത്ത്. ഖാല യുഖ്ദാ ഫീഹാ മാ യകൂനു ഫിസ്സന ഇലാ മിസ്ലിഹാ റവാഹു അബ്ദുർ റസാഖ് വഇബ്നു ജരീർ. ഖതാദ റഹിമഹുല്ലാഹ് ഖുർആന്റെ മുഫസ്സിറാണ്, തഫ്സീർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തനസ്സലു മലായികത്തു വറൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ. ഈ ആയത്തിനെ സൂറത്തുൽ ഖദറിലെ ലൈലത്തുൽ ഖദറിലെ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് അദ്ദേഹം പറയാണ് യുഖ്ദാ ഫീഹാ മാ യകൂനു ഫിസ്സനതി ഇലാ മിസ്ലിഹാ, ആ സമയത്ത് അഥവാ ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങുന്നത് എന്താണെന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഖ്ദ അവിടെ തീരുമാനിക്കപ്പെടും. മാ യകൂനു ഫിസ്സനതി ഇലാ മിസ്ലിഹാ, ഒരു വർഷം അടുത്തൊരു വർഷത്തേക്ക് എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തരുടെയും വിധി എന്നുള്ളത് ഓരോരുത്തരുടെ മേലെ നിർണയിക്കപ്പെടുന്ന ഒരു സമയമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാണ്. അപ്പൊ ലൈലത്തുൽ ഖദറിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു ഇതുപോലെയുള്ള തീരുമാനം നടക്കുന്നുണ്ട്. വഖദ് റൂയ മഅനാ ദാലിക അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വൽ ഹസൻ വഅബി അബ്ദുറഹ്മാൻ അസ്സുലമി വസഈദ് ബിൻ ജുബൈർ വമഖാതിൽ, ഇങ്ങനെ ബാക്കിയുള്ള പല സഹാബികളിൽ നിന്നും ഇതേ തഫ്സീർ വന്നിട്ടുണ്ട്. അഥവാ ലൈലത്തുൽ ഖദർ എന്നുള്ള ദിവസം റമദാനിലുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ദിവസത്തിൽ അന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ഖദറുണ്ട് എന്ന് പറയാം. അതെന്തിനുള്ളതാണ്? ഒരു വർഷത്തിലേക്കുള്ള ഖദറാണ്. അടുത്തൊരു വർഷം വരെയുള്ള ഓരോ ആളുകളുടെയും വ്യക്തിയുടെയും ഖദർ അന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ എത്ര തരത്തിലുള്ള ഖദർ പറഞ്ഞു? ഒന്ന് 50,000 വർഷം മുമ്പ് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഖദർ, ആദം നബി അലൈഹി ഇസ്ലാമിന് മുതുകിൽ നിന്ന് അർവാഹുകളുമായി ബന്ധപ്പെട്ട ഖദർ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടുള്ള ഖദർ. അത് എത്ര? അത് ചില പണ്ഡിതന്മാർ 2 പറയാറുണ്ട്, ചിലർ 1 പറയാറുണ്ട്. ഇതിപ്പോ എത്രയായിപ്പോ? 4-ാമത്തെ ഒരു വർഷത്തിലെ ഖദർ, ലൈലത്തുൽ ഖദറിലുള്ളത്. ഇനി അടുത്തത് 5-ാമത്തെ ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. وعن ابن عباس رضي الله عنهما قال إن الله خلق لوحا محفوظا. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിനെ സൃഷ്ടിച്ചു. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ആദ്യം 50,000 വർഷം മുമ്പുള്ള ഖദർ രേഖപ്പെടുത്തി വെച്ചതാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ സൃഷ്ടിച്ചത് മിൻ ദുർറതി ബൈദാ, വെളുത്ത മുത്തുകൾ കൊണ്ടാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വെളുത്ത മുത്തിൽ നിന്നാണ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ദഫതാഹു മിൻ യാഖൂതതി ഹംറാ, അതിന്റെ ചട്ട എന്നുള്ളത്, ആ ഗ്രന്ഥത്തിന്റെ ചട്ട എന്നുള്ളത് ചുവന്ന പവിഴങ്ങൾ കൊണ്ടാണ്, പവിഴത്തിൽ നിന്നാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വെളുത്ത മുത്തുകൊണ്ടുള്ള ഏടുകളും അതുപോലെ തന്നെ ചുവന്ന പവിഴം കൊണ്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ചട്ടയുമാണ് അതിനുള്ളത്. ഖലമുഹു നൂറുൻ വ കിതാബുഹു നൂറുൻ, അതിലെ എഴുതുന്ന പേന അത് പ്രകാശമാണ്, അതുപോലെ തന്നെ അതിലെ എഴുത്ത് പ്രകാശമാണ്, പ്രകാശം കൊണ്ടുള്ള എഴുത്താണ്. അർദുഹു മാ ബൈന അസ്സമാഇ വൽ അർദ്, ആ കിതാബിന്റെ വീതി വലുപ്പം എന്നുള്ളത് ആകാശഭൂമികളോളം വലുപ്പമുണ്ട്. ആകാശഭൂമികളുടെ ഇടയിൽ എത്ര വലുപ്പമുണ്ടോ അത്ര വലുപ്പമുള്ള കിതാബാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ളത്. യൻദുറു ഫീഹി കുല്ല യൗമിൻ 360 നദറതൻ, ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് 360 തവണ അതിലേക്ക് നോക്കുന്നുണ്ട്. ഫഫീ കുല്ലി നദറത്തിൻ മിൻഹാ യഖ്ലുഖു വ യർസുഖ്, ആ ഓരോ നോട്ടത്തിലും സൃഷ്ടിക്കുകയും റിസ്ക് നൽകുകയും ചെയ്യുന്നു. അഥവാ ദുനിയാവിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അത് ഓരോ നോട്ടത്തിലൂടെയും ഈ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരാവട്ടെ, അതിനപ്പുറത്തുള്ള മൃഗങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്, പക്ഷികളുണ്ട്, അങ്ങനെയുള്ള എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം റിസ്ക് നൽകുകയും അതിന്റെ സൃഷ്ടിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്യുന്നു. വയുഹി വയുമീറ്റ്,
ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, ആളുകൾ മരിപ്പിക്കുന്നു, ആ കാര്യങ്ങൾ ചെയ്യുന്നു. വയുഇസ്സു വയുദില്ലു വയഫ്അലു മാ യശാ, ചില ആളുകൾക്ക് പ്രതാപം നൽകുന്നു, ചില ആളുകൾക്ക് നിന്ദ്യ നൽകുന്നു, അഥവാ ചില ആളുകൾക്ക് നല്ല അവസ്ഥയുണ്ടാകുന്നു, ചില ആളുകൾക്ക് മോശാവസ്ഥയുണ്ടാകുന്നു. വയഫ്അലു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അള്ളാഹു ചെയ്യുന്നു. ഫദാലിക ഖൗലുഹു തആല, അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. സൂറത്തുർ റഹ്മാനിലെ 29ാമത്തെ ആയത്ത്, കുല്ല യൗമിൻ ഹുവ ഫീ ശഅനിൻ, എല്ലാ ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യങ്ങളിലാണ്, അഥവാ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശം, സൃഷ്ടികളുടെ ഖദറിനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. റവാഹു അബ്ദുർ റസാഖ് വഇബ്നുൽ മുൻദിർ വത്തൊബറാനി വൽ ഹാക്കിം. അപ്പോ ഇത് 5ാമത്തെ ഇനം. ഇനി ഗർഭപാത്രത്തിൽ 2 എന്ന് പറഞ്ഞാൽ 6ാമത്തെ ഇനം നമുക്ക് ഒന്നായിട്ട് പഠിക്കാം. 5ാമത്തെ ഇനം ഖദറാണെന്ത്? ഓരോ ദിവസത്തിലുമുള്ള ഖദർ. ഓരോ ദിവസത്തിലും എന്തായിരിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് പോലെ തീരുമാനിക്കുന്നു. ഇതാണ് 5ാമത്തെ ഇനം ഖദർ. അപ്പൊ ഈ 5 തരത്തിലാണ് ഖദറിനെ ഖുർആനിലും ഹദീസിലുമായി വന്നിട്ടുള്ളതും പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളതും. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ ഖളാ ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ആഴമായി ചർച്ച ചെയ്തിട്ടുള്ള ശിഫാഉൽ അലീൽ ഫി മസാഇലിൽ ഖളാഇ വൽ ഖദ്രി വൽ ഹിക്മത്തി വത്തഅലീൽ എന്ന കിതാബിൽ പറയുന്ന ചില വാചകങ്ങളാണ് ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിക്കാം. ഈ 5 എണ്ണി പറയുകയാണ്. قال ابن القيم رحمه الله تعالى لما ذكر هذه الأحاديث وما في معناها, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ഹദീസുകളെ കൊടുത്തിട്ട് അതിന്റെ ആശയത്തെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ നമ്മൾ വായിച്ച ഹദീസുകൾ ഉണ്ടല്ലോ, ആ 5 ഹദീസുകളുടെ ഓർഡർ അതേപോലെ ഇബ്നുൽ ഖയ്യിം ഈ ശിഫാഉൽ അലീൽ കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലക്ക് പഠിക്കുന്ന കാലത്ത് ഏറ്റവും അധികം സ്വാധീനിച്ചത് ഇബ്നു തൈമിയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും കിതാബുകളാണ്. അതിൽ നിന്നാണ് ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ല മറ്റു പല കിതാബുകൾ രചിക്കുകയും അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഇൽമിയായ സ്രോതസ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കിതാബുകളും ഇവരുടെ കിതാബുകളും ഈ ഇബ്നു തൈമിയുടെയും ഇബ്നു ഖയ്യിമിന്റെ കിതാബുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പല കിതാബുകളെയും ഇബ്നു തൈമിയുടെ പല കിതാബുകളെയും ഇബ്നു ഖയ്യിം ഇബ്നു അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ല ഇഖ്തിസാർ ചെയ്തിട്ടുണ്ട്, സംക്ഷിപ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ധാരാളം വാക്കുകൾ എടുത്ത് എഴുതാറുണ്ട്. അപ്പോ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ ഹദീസുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസുകൾ കൊടുത്തിട്ട് പറയുകയാണ്, ഖാല ഫഹാദാ തഖ്ദീറുൻ യൗമിയ്യുൻ, ഇപ്പൊ പറഞ്ഞ അവസാനം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതാണ് ഓരോ ദിവസത്തിലെ ഖദർ എന്ന് പറയുന്നത്. വല്ലദീ ഖബ്ലഹു തഖ്ദീറുൻ ഹൗലിയ്യുൻ, അതിന് മുൻപ് പറഞ്ഞത് ഏതാണ്? ലൈലത്തുൽ ഖദറിന്റെ. അതൊരു ഹൗല് എന്ന് പറഞ്ഞാൽ ഒരു വർഷം തികയുന്നതിനെ പറയാം. ഇപ്പോ സക്കാത്തിന്റെ വിഷയത്തിലൊക്കെ ഹൗല് തികയ എന്ന് പറയുമല്ലോ, അത് ഒരു വർഷം തികയ, ആ ഒരു വർഷത്തിന്റെയാണ്. വല്ലദീ ഖബ്ലഹു തഖ്ദീറുൻ ഉംരിയ്യുൻ ഇൻദ തഅല്ലുഖി നഫ്സി ബിഹി, അതിനു മുമ്പുള്ളത് ഒരായുസിന്റെ ഒരായുസിൽ അയാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഖദറാണ്. അതേതാണ്? ഗർഭപാത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. വല്ലദീ ഖബ്ലഹു കദാലിക ഇൻദ അവ്വലി തഖ്ലീഖിഹി വകൗനിഹി മുദ്ഗ, അതിനു മുമ്പ് പറഞ്ഞതും അതുപോലെ തന്നെയാണ്, മുദ്ഗയായിരിക്കുന്ന സമയത്താണെന്ന് മാത്രം. അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഹദീസ്. വല്ലദീ ഖബ്ലഹു, അതിനു മുൻപ് പറഞ്ഞത് തഖ്ദീറുൻ സാബിഖുൻ അലാ വുജൂദിഹി ലാകിൻ ബഅദ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഇതിനു മുമ്പ് പറഞ്ഞത് വല്ലദീ ഖബ്ലഹു തഖ്ദീറുൻ സാബിഖുൻ അലാ വുജൂദിഹി ലാകിൻ ബഅദ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഇതിനു മുമ്പ് പറഞ്ഞ ഏതാണ്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അതും മുൻപേ ഉള്ള ഒരു ഖദറാണ്, പക്ഷേ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷമുള്ളതാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം, മനുഷ്യനെ സൃഷ്ടിച്ച ആദം നബി അലൈഹി സ്വലാം സൃഷ്ടിച്ചതിന് ശേഷം എഴുതിയ ഒരു രേഖയാണ് അവിടെ പറഞ്ഞത്, ആദം നബി അലൈഹി സ്വലാമിന് മുതുകിൽ നിന്നുള്ളത്. വല്ലദീ ഖബ്ലഹു, അതിനു മുൻപുള്ളത് ഏതാണ്? തഖ്ദീറുൻ സാബിഖുൻ അലാ ഖൽഖിസ് സമാവാതി വൽ അർളി ബി50,000 സനത്തിൻ, അതിനു മുമ്പ് എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ മുമ്പേ 50,000 വർഷം മുമ്പ് രേഖപ്പെടുത്തിയത്. നമ്മൾ ആദ്യം പറഞ്ഞു കതബല്ലാഹു മഖാദിറൽ ഖലായിഖ ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി50,000 സന എന്നുള്ളത് ഈ കിതാബിൽ വാരിവായത്താണ് ആ ഹദീസ്. 50,000 വർഷം മുമ്പുള്ളത്. അങ്ങനെയാണ് 5 ഖദറുകളുള്ളത്. വകുല്ലു വാഹിദി മിൻ ഹാദിഹി തഖാദീർ കതഫ്സീൽ മിൻ തഖ്ദീർ സാബിഖ്, ഈ പറഞ്ഞ ഓരോ തഖ്ദീറും ഈ ഓരോന്നും ഇങ്ങനെ വേർതിരിച്ച് പറയുകയാണ്, ആദ്യത്തേതിൽ നിന്ന് വേർതിരിച്ച് വന്നിട്ടുള്ളതാണ്. وفي ذلك دليل على كمال علم الرب وقدرته وحكمته, ഇത് അറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിപൂർണമായ അറിവിനെയും കഴിവിനെയും അല്ലാഹുവിന്റെ ഹിക്മത്തിനെയുമാണ്. ഇതാണ് ഖളാ ഖദറിന്റെ അടിസ്ഥാനം.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഖദാ ഖദറിലെ വിശ്വാസം ശരിയാവാൻ അള്ളാഹുവിന്റെ ഈ 3 വിശേഷണങ്ങളും നാമങ്ങളും ശരിക്കും പഠിച്ചാൽ മതി. ഒന്ന് അള്ളാഹുവിന്റെ ഇൽമ് എന്നുള്ള വിശേഷണം, അലീം എന്നുള്ള വാക്ക് ഇസ്മ, അതുപോലെ ഖുദ്റത്ത് ഖദീർ എന്നുള്ളത്, അതുപോലെ തന്നെ ഹിക്മത്ത് ഹക്കീം എന്നുള്ളത്. ഈ 3 കാര്യങ്ങളുടെ മേലെയാണ് ഖദാ ഖദറിന്റെ വിശ്വാസം നിലനിൽക്കുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് നമ്മുടെ ഈമാനിലുള്ള സ്വാധീനത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇത് അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെയും ഇൽമിനെയും ഹിക്മത്തിനെയും മനസ്സിലാക്കുന്നതാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആദ്യം ഇൽമ്, ഖുദ്റത്ത്, അതുപോലെ തന്നെ നീതിപൂർവ്വം എന്നുള്ളത് ഹിക്മത്തിന്റെ മറ്റൊരു ഭാഗമാണ് ആദ്യം പറഞ്ഞത്. وزيادة تعريفه الملائكة وعباده المؤمنين بنفسه وأسمائه. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെയും പിന്നെ ഈ ഹദീസുകൾ കൊണ്ടുള്ള നേട്ടമായിട്ട് പറയുകയാണ് വസിയാദത്ത് തഅരീഫി അൽ മലായിക വഇബാദുൽ മുഅ്മിനീൻ ബിനഫ്സിഹി വഅസ്മാഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും അറിയാനും ഉപകരിക്കുന്ന കാര്യമാണ്, അതിനെ അറിയിക്കുന്ന കാര്യമാണ്. മലക്കുകളെ കുറിച്ചും അതുപോലെ മുഅ്മിനീങ്ങളായ അടിമകളെ കുറിച്ചൊക്കെ അറിയിക്കുന്ന കാര്യങ്ങളാണ്. ثم قال, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, فاتفقت هذه الأحاديث ونظائرها على أن القدر السابق لا يمنع العمل ولا يوجب الاتكال عليه. فاتفقت هذه الأحاديث, ഈ ഹദീസുകൾ കൊണ്ട് നമുക്ക് ഏകോപിച്ച് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ഹദീസുകൾ ഏകോപിച്ചിട്ടുള്ള വിഷയം, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസുകളെല്ലാം അത് അറിയിക്കുന്ന കാര്യം അലാ അന്നൽ ഖദർ അസ്സാബിഖ, മുൻപ് ഖദർ ഉണ്ടായി അല്ലെങ്കിൽ മുൻപേ തന്നെ തീരുമാനിക്കപ്പെട്ടു, കാര്യങ്ങൾ രേഖപ്പെടുത്തി തീരുമാനിച്ചു എന്നുള്ളത് ലാ യംനഉൽ അമല വലാ യൂജിബുൽ ഇത്തികാൽ അലൈഹി, എന്ത് കർമ്മം വേണ്ട എന്നുള്ളത് അറിയിക്കുന്നില്ല. കാരണം ആ ഹദീസുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, എന്തിനു പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസുകളിൽ അത് യോജിച്ചു വന്നതാണ്. വലാ യൂജിബുൽ ഇത്തികാൽ അലൈഹി, എന്ത് ചെയ്യാൻ പാടില്ല? ഖദറിന്റെ മേലെ തവക്കുലാക്കി ജീവിക്കണം എന്നുള്ളത് ഒരു നിർബന്ധം അതിൽ വരുന്നില്ല, അമല് ചെയ്യണം തന്നെയാണ് വരുന്നത്. ബൽ യൂജിബുൽ ജിദ്ദ വൽ ഇജ്തിഹാദ്, പക്ഷെ നിർബന്ധമാകുന്ന കാര്യം എന്താണ്? പരിശ്രമമാണ്. കൂടുതൽ അമല് ചെയ്ത് പരിശ്രമിക്കാനാണ് ഈ ഹദീസുകളിലൂടെ വന്നിട്ടുള്ളത്. വലിഹാദ ലമ്മാ സമിഅ ബഅദു സ്വഹാബത്തി ദാലിക, അതുകൊണ്ടാണ് ചില സഹാബികൾ ഈ ഖദറിന്റെ ഹദീസുകൾ കേട്ട സമയത്ത് പറഞ്ഞത്, ഖാല മാ കുൻതു ബി അശദ്ദ ഇജ്തിഹാദൻ മിന്നി അൽആൻ, ഞാൻ ഇനി അങ്ങോട്ട് ഈ ഹദീസ് ഖദറിന്റെ ഹദീസ് കേട്ടപ്പോ സമയത്ത് അവർ പറഞ്ഞത്, ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ കഠിനമായി ഇബാദത്തുകളിൽ അമലുകളിൽ പരിശ്രമിക്കുന്ന ആളായിരിക്കും ഞാൻ എന്ന് പറഞ്ഞത്. വഖാല അബൂ ഉസ്മാൻ അൻ-നഹ്ദി ലി സൽമാൻ, അബൂ ഉസ്മാൻ അൻ-നഹ്ദി റഹിമഹുല്ലാഹ് സൽമാൻ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ല അന ബി അവ്വലി ഹാദൽ അംർ അശദ്ദു ഫർഹൻ മിന്നി ബി ആഖിരിഹി. അദ്ദേഹം സഹാബികളിൽ നിന്ന് ഈ ഹദീസുകൾ കേട്ട സമയത്ത് താബിഈങ്ങൾ, ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹുവിന്റെ കിതാബുകളുടെ പ്രത്യേകതയാണ്. അദ്ദേഹം ഒരു കാര്യം ഖുർആനും ഹദീസും പറയുമ്പോൾ സഹാബികളും താബിഈങ്ങളും എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയും. ഈ ഹദീസുകൾ കേട്ട സമയത്ത് സഹാബികൾ അവരെന്ത് ചെയ്തിട്ടില്ല, അതിങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അമല് ചെയ്യണ്ടല്ലോ എന്നല്ല അവർ പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? ഞാൻ കൂടുതൽ അമല് ചെയ്യുന്ന പറഞ്ഞത്. താബിഈങ്ങൾ കേട്ടപ്പോൾ താബിഈങ്ങൾ പറയാണ്, ല അന ബി അവ്വലി ഹാദൽ അംരി അശദ്ദു ഫർഹൻ മിന്നി ബി ആഖിരിഹി, ഈ കാര്യം ആദ്യം തീരുമാനിച്ചു എന്നുള്ളതാണ്, ഇതിന് ശേഷം വരുന്ന ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യം ഇത് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന്. അഥവാ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള അവിടെ തീരുമാനിച്ചിട്ടുണ്ട്, ഈ കർമ്മങ്ങൾ ചെയ്യണം എന്ന ആ ആദ്യം തീരുമാനിച്ചത് അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് എന്ന് പറഞ്ഞത് കാണാം. വദാലിക, കാരണം എന്താണ്? ലിഅന്നഹു ഇദാ കാന ഖദ് സബഖ ലഹു മിനല്ലാഹി സാബിഖത്തുൻ, കാരണം അല്ലാഹു തആല മുൻപ് തന്നെ ഇത് തീരുമാനിച്ചിട്ടുണ്ട്. വഹയ്യഅഹു, അത് ഒരുക്കിയിട്ടുണ്ട്. വയസ്സറഹു ലിൽ വുസൂൽ ഇലൈഹ, അത് നേടാൻ എളുപ്പമാക്കിയിട്ടുണ്ട് എന്നറിയുന്ന ഒരാൾ, കാന ഫർഹു ബിസ്സാബിഖതി, ഒരാളുടെ സന്തോഷം അഥവാ കാര്യങ്ങൾ മുൻപേ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം, അല്ലതി സബഖത് ലഹു മിനല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേരെ മുൻപേ കാര്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്, അഅ്ലമു മിൻ ഫർഹിഹി ബിൽ അസ്ബാബില്ലതി തഅതി ബഅദഹാ, അത് നേടിയെടുക്കാൻ ഉണ്ടാകുന്ന കാരണങ്ങളെക്കാൾ അവന് സന്തോഷമേകുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ഒരു മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം നൽകുന്ന അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ സ്വർഗം, ഈ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ആദ്യം രേഖപ്പെടുത്തി എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ എന്താണ്
വലിയ സന്തോഷമാണ് അല്ലാഹു തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് സ്വഹാബികളും താബിഈങ്ങളും ഈ ഹദീസിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഖളാ ഖദറിന്റെ ഹദീസുകൾ കേൾക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? കൂടുതൽ അമലുകൾ ചെയ്ത് അല്ലാഹു തആല എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുകയാണ് സ്വഹാബികളും താബിഈങ്ങളും ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മളും ചെയ്യേണ്ടത്. ഇത്രയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വാക്കുകളാണ് ഈ പറഞ്ഞത്. ഇതിൽ ഖദറിന്റെ ഇനങ്ങൾ 5 ഇനമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അടുത്തത് ഇനി 1-2 ഹദീസുകൾ ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത് ഈ ഖളാ ഖദറുള്ള വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും നല്ല നേട്ടങ്ങളാണ് ഇതിൽ പറയുന്നത്. അടുത്ത ഹദീസ് അതിന്റെ സമറത്തിനെ അറിയിക്കുന്ന ഒരു ഹദീസാണ്. وعن الوليد بن عبادة بن الصامت رضي الله عنه ന്റെ മകനായിട്ടുള്ള الوليد അദ്ദേഹം പറയാണ് قال دخلت على أبي وهو مريض أتخايل فيه الموت. ഞാൻ എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് ഞാൻ പ്രവേശിച്ചു. ദഖൽതു അല അബി അഥവാ ഉബാദത്ത് ഇബ്നു സാമിത്തിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയാണ് ഞാൻ ഉപ്പയുടെ അടുക്കൽ പോയി, ഉപ്പ രോഗിയാണ്. അത്തഖായലു ഫീഹിൽ മൗത്ത്, എനിക്ക് തോന്നിപ്പോയി മരണം അടുത്തിട്ടുണ്ട്, മരിക്കാനായിട്ടുണ്ട്, എന്റെ ഉപ്പ മരിക്കാനായിട്ടുണ്ട് എനിക്ക് തോന്നി. തഖായലു എന്ന് തോന്നി. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ അബതാഹു ഔസിനി വജ്തഹിദ് ലി, എന്റെ ഉപ്പ എനിക്ക് നിങ്ങള് വസിയത്ത് നൽകണം, എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകണം, പിന്നെ അതിന് നിങ്ങൾ ശരിക്ക് എനിക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ എന്തായാലും നൽകണം എന്ന നിലക്ക് പറഞ്ഞു. എനിക്ക് കൂടുതൽ പ്രോത്സാഹനമേകുന്ന തരത്തിൽ ഒരു ഉപദേശം, അത് നല്ലൊരു രീതിയാണ്. അഥവാ ഉലമാക്കൾ അതുപോലെ തന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, ഇൽമുള്ള ആളുകൾ അവരുടെ മരണം അടുക്കുന്ന സമയത്തൊക്കെ അവരോട് വസിയത്ത് ചോദിക്കുന്ന രീതി സ്വഹാബികളുടെ മരണ സമയത്ത് താബിഈങ്ങൾ ഇതുപോലെ ധാരാളം അങ്ങനെയുള്ള അസറുകൾ ക്രോഡീകരിച്ച കിതാബുകൾ തന്നെയുണ്ട്. മരണസമയത്ത് സ്വഹാബികളും സലഫുകളും പറഞ്ഞ വാക്കുകൾ, അവർ പറഞ്ഞ വാക്കുകൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള കിതാബ് തന്നെ ഉണ്ട്. അപ്പോ ചോദിച്ചു ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ഖാല അജ്ലിസൂനി, അപ്പോ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നൊന്ന് ഇരുത്തണം എന്ന് പറഞ്ഞു. രോഗിയാണ്, കിടക്കുകയായിരിക്കും, എന്നൊന്ന് പിടിച്ചിരുത്തണം എന്ന് അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു. കാരണം ഒരു കാര്യം ഗൗരവത്തിൽ പറയാൻ ഉദ്ദേശത്തിലാണ് ഇരുത്താൻ പറയുന്നത്. ഫലമ്മ അജ്ലസൂഹു ഖാല, അങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മകനെ, ഇന്നക ലൻ തജിദ തുഅമൽ ഈമാൻ വലൻ തബ്ലുഗ അൽ ഹഖീഖത്തൽ ഇൽം ബില്ലാഹി തബാറക വതആല ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, മകനോട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, ഇന്നക ലൻ തജിദ തുഅമൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. വലൻ തബ്ലഗ ഹഖീഖത്തൽ ഇൽമി ബില്ലാഹി തബാറക വതആല, അതുപോലെ തന്നെ നീ അല്ലാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നിനക്ക് ആ അറിവിൽ, അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിനക്ക് എത്താൻ സാധിക്കുകയില്ല. ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദറിൽ വിശ്വസിക്കാതെ, ഖദറുള്ള കാര്യങ്ങൾ അത് ഖൈറാവട്ടെ ഷർറാവട്ടെ അതൊക്കെ അള്ളാഹു തീരുമാനിച്ച് നിർണയിച്ചതാണ് എന്ന് വിശ്വസിക്കാതെ 2 കാര്യങ്ങളെ പറഞ്ഞത്. അത് ഏറ്റവും മഹത്തായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈമാനിന്റെ ആസ്വാദനം കിട്ടൂല, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും നിനക്ക് സാധിക്കുകയില്ല. ഇത് കേട്ടപ്പോ വലീദ് ഉപ്പാനോട് പറഞ്ഞു, ഖുൽതു യാ അബത, ഉപ്പ, വകൈഫ ലി അൻ അഅലമ മാ ഖൈറുൽ ഖദ്രി വശർരിഹി, എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്റെ വിധി അത് ഖൈറാണ് ഷർറാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു. ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഖാല, അപ്പോ വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, തഅലമു, നിനക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക,
നിനക്ക് ലഭിക്കാതെ പോയാൽ നിനക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം അത് നിനക്ക് കിട്ടാനുള്ളതേ അല്ല. നല്ലതാവട്ടെ ദോഷമാവട്ടെ, നിനക്കത് നഷ്ടപ്പെട്ടു പോയി. നിനക്ക് ഒരു നല്ലതായിട്ട് കിട്ടുന്ന കാര്യമാവട്ടെ അല്ലെങ്കിൽ അതിന് ദുരിതമാവട്ടെ, അത് നിനക്ക് സംഭവിക്കാതെ നിന്നിൽ നിന്ന് പോയി, നിനക്കത് കിട്ടിയില്ല. അപ്പൊ അത് നീ മനസ്സിലാക്കണം, അത് നിനക്ക് കിട്ടാനുള്ളതേ അല്ല, നിനക്ക് വരാനുള്ള ഒരു കാര്യമേ അല്ല. വമാ അസാബക് ലം യകുൻ ലിയുഖ്തിഅക്, നിനക്ക് ബാധിച്ചിട്ടുള്ള ഒരു കാര്യം, നിനക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, നിനക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം അത് നിന്നിൽ നിന്ന് തെറ്റിപ്പോവാനുള്ളതുമല്ല, അത് നിനക്ക് വരാനുള്ളത് തന്നെയാണ്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖൈറും ഷർറും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥവാ നിനക്ക് കിട്ടിയത് നിനക്ക് കിട്ടാനുള്ളത് തന്നെയാണ്, നിന്നെ വിട്ട് പോകാനുള്ളതല്ല. നിനക്ക് ലഭിക്കാതെ പോയത് നിനക്ക് വരാനുള്ള, നിനക്ക് ലഭിക്കാനും കിട്ടാനുള്ളതുമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഒരു വാക്ക് വസിയത്തായി നൽകിയതിനു ശേഷം സ്വഹാബികളുടെ അല്ലെങ്കിൽ ഇൽമുള്ളവരുടെ രീതിയാണ്, അവർ ദീനിയായ ഒരു കാര്യം പറയുന്നതിന് അവരെന്തെടുക്കും, ഒരു തെളിവ് ഉദ്ധരിക്കും. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ, മകനെ, ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവ്വല മാ ഖലഖല്ലാഹു വൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയെ സൃഷ്ടിച്ച ആ സമയത്ത്, പേനയെ സൃഷ്ടിച്ച സമയത്ത്, അതിൽ അവ്വലു മാ ഖലഖ എന്നാണെങ്കിൽ ആദ്യം പേനയെ സൃഷ്ടിച്ചു എന്നാവും. അവ്വല മാ ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച സമയത്ത്, ആദ്യം പേനയെ സൃഷ്ടിച്ച ആദ്യ സമയത്ത്. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം പേനയാണോ അർശാണോ വെള്ളമാണോ സൃഷ്ടിച്ചത് എന്നുള്ള ഖിലാഫ് വരാൻ ഭാഷാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ. അവ്വലു എന്നും അവ്വല എന്നും വന്നു, രണ്ടർത്ഥമാണ്. അവ്വല മാ ഖലഖ അല്ലാഹുൽ ഖലം, പേനയെ സൃഷ്ടിച്ച ആദ്യ സമയത്ത് പറഞ്ഞു, ഖാല ഉക്തുബ്, എഴുതാൻ പറഞ്ഞു. ഫജറാ ഫീ തിൽക സ്സാഅതി ബിമാ ഹുവ കാഇനു ഇലാ യൗമിൽ ഖിയാമ. ഫജറാ ഫീ തിൽക സ്സാഅ, ആ പേന ജറ എന്ന് പറഞ്ഞാൽ ഒഴുകുക, ഓടുക എന്നൊക്കെ അർത്ഥം. ഇവിടെ ഉദ്ദേശം എഴുതി. ആ സമയത്ത് പേന എഴുതുകയുണ്ടായി, ബിമാ ഹുവ കാഇനു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ പേന എഴുതി. യാ ബുനയ്യ, മകനെ, ഇൻ മിത്ത വലസ്ത അലാ ദാലിക ദഖൽത അന്നാർ, നീ എങ്ങാനും മരണപ്പെടുകയാണ്, നീ മരിക്കുകയാണ്, ഈ ഒരു വിശ്വാസത്തിലല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ ദഖൽത അന്നാർ, നരകത്തിലാണ് നീ പ്രവേശിക്കുക എന്ന് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു മകന് പറഞ്ഞു കൊടുക്കുകയാണ്. റവാഹു അഹ്മദ്. ഇതാണ് ഈ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഏറ്റവും വലിയ ഗുണം എന്താണ്? നമുക്ക് ഏത് സമയത്തും കൽബിൽ സമാധാനത്തോടു കൂടി ഏത് കാര്യത്തെയും നേരിടാനുള്ള ഒരവസ്ഥ ഉണ്ടാകും. ഒന്നിനെ കുറിച്ച് ബേജാറിടേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല. കാരണം നമുക്ക് ബാധിക്കാനുള്ള സാധനം നമ്മൾ വിട്ടു പോകൂല. നമുക്ക് നഷ്ടപ്പെട്ട നമുക്ക് കിട്ടാനുള്ളതുമല്ല. പിന്നെ ഒരുത്തന് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരുത്തന് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഒരു വിശ്വാസം പരിപൂർണമാകുന്നിടത്താണ് ഒരാളുടെ ഈമാൻ പരിപൂർണമാകുന്നത്. അയാൾ ദീന്റെ ഏത് കാര്യം എടുത്തോളും, സ്വബറാവട്ടെ, ശുക്റാവട്ടെ, ഹംദാവട്ടെ, ഇതെല്ലാം പരിപൂർണമായി ഉന്നതമായി എത്തുന്ന അവിടെയാണ്. ദുനിയാവിനോടുള്ള വിരക്തി ഉണ്ടാകുന്നത് അപ്പോഴാണ്. ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യത്തിന്റെയും സമാധാനം ഉണ്ടാകുന്നപ്പോഴാണ്. അതാണ് സൂറത്തുൽ ഹദീദിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അല്ലാഹു മലിക ഇലാത്ത അലാമ ഫാതം വലാ തഫറഹു ബിമാ ആതാഹും, നിങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ മേലെ അവർ വിഷമിക്കാതിരിക്കാനും ലഭിച്ചതിന്റെ മേലെ സന്തോഷിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഏത് കാര്യവും അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണ് എന്ന നിലക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്ഷമയോടുകൂടി ഏത് സന്ദർഭത്തിലും സമാധാനം കണ്ടെത്താൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ, റാഹത്ത് ലഭിക്കാനെല്ലാം ഉപകരിക്കുന്ന കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. ഇനി വേറൊരു മസ്അല, ഇത് പറഞ്ഞതിന് ശേഷം ഇന്നലെ ചോദിച്ച ദുആവുമായി ബന്ധപ്പെട്ട കാര്യം ഇതിനു ശേഷം പറയാം. ചില ആളുകൾക്ക് ഖദറുമായുള്ള വിശ്വാസത്തിൽ, ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്, ഓരോന്നിലും സുദീർഘമായ മശായിലുകൾ വരുന്നുണ്ട്. ചില ആളുകൾക്ക് ഖദറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടല്ലോ, രോഗം വന്നാൽ ചികിത്സിക്കണ്ടല്ലോ, അല്ലെങ്കിൽ വേറൊന്നും ചെയ്യണ്ടല്ലോ എന്ന നിലക്ക് ചില ആളുകൾ സംശയം ഉണ്ടാവാറുണ്ട്. അതിന് മറുപടി ആയിട്ടുള്ള ഒരു ഹദീസാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. വഅൻ അബീ ഖുസാമത അൻ അബീഹി റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അറഅയ്ത റുഖൻ നസ്തർഖീഹ. അബൂ ഖുസാമ അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അറഅയ്ത റുഖൻ നസ്തർഖീഹ, ഞങ്ങൾ ചെയ്യുന്ന റുഖിയ,
ഖുർആൻ കൊണ്ടും ഹദീസിൽ വന്നിട്ടുള്ള ദുആകൾ കൊണ്ടുമെല്ലാം ഷിർക്കിന്റെ വരികളോ വാചകങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന ചികിത്സയാണ് ഖുർആൻ കൊണ്ടുള്ളത്. മന്ത്രിച്ചുകൊണ്ടുള്ള ചികിത്സ അത് ഏത് രോഗത്തിനും, കൽബിന്റെ രോഗങ്ങളാവട്ടെ ശരീരത്തിന്റെ രോഗങ്ങളാവട്ടെ, റുഖ്യ ദീനിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, ശർഇൽ അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ്. എന്നാൽ ഷിർക്കിന്റെ ഭാഗങ്ങൾ ഇല്ലാത്തതായിരിക്കണം ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് തന്നെ ആ നാട്ടിൽ റുഖ്യയുണ്ട്. നല്ല വാക്കുകൾ കൊണ്ടും നല്ല വാചകങ്ങൾ കൊണ്ടൊക്കെ റുഖ്യ ചെയ്യാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് ശിർക്കായത് ഒഴിവാക്കാനും പിന്നീട് ഖുർആനും ഹദീസിലെ ദുആകളും വന്നതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളൽ എന്ന നിലക്ക് അതുകൊണ്ട് റുഖ്യ ചെയ്യാനും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സഹാബി ചോദിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ റുഖ്യ ചെയ്യുന്നതും ഞങ്ങൾ ദവാ എന്ന് പറഞ്ഞാൽ മരുന്ന്, ഞങ്ങൾ രോഗത്തിന് ശമനമായിക്കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി ചികിത്സ നടത്താൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും രക്ഷാമാർഗം എടുക്കുന്നത്, ഇപ്പൊ എന്തെങ്കിലും രക്ഷാമാർഗം, ഇപ്പോ വീട് കുറ്റിയിടുന്നതാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രക്ഷാമാർഗം, ഒരു കാര്യത്തിൽ അപകടം പറ്റുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രക്ഷാമാർഗം എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹൽ തറുദ്ദു മിൻ ഖദരില്ലാഹി ഷൈഅ, ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖദറിനെ തടയുമോ അല്ലെങ്കിൽ അതിനെതിരാകി തീരുന്ന കാര്യമാവുമോ എന്ന് ചോദിച്ചു. അതായത് ഇപ്പൊ രോഗം വന്നു കഴിഞ്ഞാല് ചികിത്സിക്കുന്നത് ഖദറിനെതിരായിട്ടുള്ള ഒരു കാര്യമാവുമോ അല്ലെങ്കിൽ അള്ളാഹു തീരുമാനിച്ചതിനെതിരെ സംഭവിക്കാൻ ഇതൊരു കാര്യമാവുകയോ എന്ന നിലക്കൊക്കെ ചോദിച്ചു. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ചെയ്യേണ്ടതില്ലേ എന്ന നിലക്കൊക്കെ ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ മിൻ ഖദരില്ലാ, അതും അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ട കാര്യമാണ്. റവാഹ് അഹ്മദ് വത്തിർമിദി ഹസനഹു, ആ ഒരു രോഗം എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദറാണ്. അപ്പൊ ഇന്ന മരുന്നുകൊണ്ട് ആ രോഗം മാറുക എന്നുള്ളത് എന്താണ്, അതും അള്ളാഹുവിന്റെ ഖദറാണ്. ആ രോഗം വന്നു, അപ്പൊ ചികിത്സിച്ചപ്പോ രോഗം മാറി, അപ്പൊ അത് അള്ളാഹുവിന്റെ ഖദറിനെതിരായി എന്നല്ല. എന്താണ് ഈ രോഗം മാറലും മരുന്ന് ഉപയോഗിച്ച് രോഗം മാറലും എന്താണ് അള്ളാഹുവിന്റെ ഖദറിൽ പെട്ട കാര്യമാണ്. മനസ്സിലായോ? അതായത് ഒരാൾക്ക് രോഗം വന്ന അള്ളാഹിന്റെ ഖദറാണ് വിശ്വസിച്ചു, അപ്പൊ രോഗം മാറ്റുമ്പോ ഒരാള് ആ മരുന്നുകൊണ്ടാണ് രോഗം മാറിയത്, അള്ളാഹ് ഖദറാക്കിയ ഒരു കാര്യം ഇതുകൊണ്ട് മാറി, അങ്ങനെയാണോ കാര്യം എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞത് അങ്ങനെയല്ല, അതും എന്താണ് അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ മറ്റൊരു മസലയാണ് ദുആ ഖദറിനെ എതിർത്ത് നിൽക്കും. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. നല്ല ദുആകൾ ഖദറുമായി ബന്ധപ്പെട്ട് അവിടെ ഏറ്റുമുട്ടി അവിടെ ഏതാണ് ശക്തി കൂടുതൽ എങ്കിൽ അത് ജയിക്കും എന്ന നിലക്കൊക്കെ ഹദീസുകൾ ആ വിഷയത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. ഖദറിനെ ദുആ മാറ്റും എന്നുള്ളത് എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? വളരെ ചുരുങ്ങിയ രീതിയിൽ അതിന്റെ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പഠിച്ചു, നമ്മൾ 5 ഖദറുകൾ ഉണ്ട് എന്ന് പഠിച്ചു. അതിൽ ലൗഹൽ മഹ്ഫൂദിന്റെ ഖദർ, അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഖദർ ഒരു മാറ്റവും സംഭവിക്കൂല, അതിനൊരു മാറ്റവും സംഭവിക്കൂല. അതിലെന്താണോ രേഖപ്പെടുത്തിയത് അത് അങ്ങനെ തന്നെ ഉണ്ടാകും. എന്നാൽ അതല്ലാത്ത ഖദറുകളിൽ, അതല്ലാതെ നിർണയിച്ചിട്ടുള്ള ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ളതാവട്ടെ ലൈലത്തുൽ ഖദറിലുള്ളതാവട്ടെ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാകും, മാറ്റം സംഭവിക്കാവുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ എന്താകും, മാറ്റം സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഒരാളുടെ മേലെ എന്തെങ്കിലും ഒരു കാര്യം ഖദറാക്കിയിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, മലക്കുകളുടെ അറിവിലോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ ദുആ ചെയ്തു, ധാരാളം ദുആ ചെയ്തു. അങ്ങനെ ഇന്നിപ്പോ ദുആ പോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ ആയുസ് വർദ്ധിക്കും എന്നുള്ളത്. അപ്പൊ ആയുസ് നിർണയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇതെങ്ങനെയാണ്, അതിനൊക്കെ ഇതേ മറുപടി തന്നെയാണ്. അങ്ങനെ ദുആ ചെയ്തു, അപ്പോൾ ഈ മലക്കുകളുടെ അറിവിൽ, മലക്കുകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം അള്ളാഹു തആലവിന്റെ ദുആ കൊണ്ടോ മറ്റുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടോ എന്താകും, മാറ്റാൻ വേണ്ടി പറയും, മാറ്റി എഴുതാൻ വേണ്ടി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 60 വയസ്സ് വരെ ആയുസുള്ളൂ, കുടുംബബന്ധം ചേർത്തതിന്റെ പേരിൽ 65 70 അല്ലെ ആക്കിക്കൊള്ളാൻ, ആ നിലക്ക് മാറ്റാൻ പറയും. പക്ഷേ ഇതിങ്ങനെ ദുആ കൊണ്ട് മാറും എന്നുള്ളത് യഥാർത്ഥത്തിൽ എവിടെയുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ഇത്രയേ ഉള്ളൂ, ലൗഹുൽ മഹ്ഫൂദിലെ ഖദർ എന്നുള്ളതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. എന്നാൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എഴുതിയതിനോ അതല്ലെങ്കിൽ പിന്നെ ലൈലത്തുൽ ഖദറിൽ എഴുതുന്നതിനോ ഉള്ള ഖദറുകളെല്ലാം മലക്കുകളുടെ അറിവിൽ അള്ളാഹു നൽകിയിട്ടുള്ളത് മാറ്റം വരാൻ സാധ്യതയുള്ളതാണ്, മാറ്റം വരുത്താവുന്നതാണ്. അത് ഖുർആനിലൂടെ അള്ളാഹു തആല അറിയിച്ചിട്ടുമുണ്ട്. അതാണ് ആ ഒരു വിഷയത്തിലുള്ള അതിന്റെ ആകത്തുക. അതാണ് ഇപ്പോ ചുരുക്കം പറഞ്ഞാല് എന്ത് നമ്മൾ ചെയ്താലും
എന്തേ നടക്കുള്ളൂ? ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയ പോലെ നടക്കുള്ളൂ. പക്ഷെ അതിൽ മാറ്റം വരുന്നത് ഈ മലക്കുകളുടെ അറിവിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ബാബിലെ അവസാനത്തെ ഹദീസ് ഇതുകൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതും ഇതിന്റെ സമറത്തും ഖദാ ഖദറിലെ വിശ്വാസം കൊണ്ട് കാണിക്കേണ്ട അദബിനെ അറിയിക്കുന്നതാണ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ശക്തനായിട്ടുള്ള ഒരു വിശ്വാസി ഖൈറുൻ ഉത്തമനാണ്, വഅഹബ്ബു ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് കൂടുതൽ പ്രിയപ്പെട്ടവനാണ്, മിനൽ മുഅ്മിനിൽ ദഈഫ് ദുർബലനായ ഒരു വിശ്വാസിയേക്കാൾ. ഈ ശക്തി എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു അത് പ്രധാനമായ ഉദ്ദേശം ഈമാനികമായിട്ടുള്ള ശക്തിയാണ്. ദൃഢമായിട്ടുള്ള ഈമാൻ ഉണ്ടല്ലോ, ഈമാൻ ദുർബലമായ ഈമാനുള്ളവരുണ്ടാവും, ദൃഢമായ ഈമാനുള്ളവരുണ്ടാവും. ദൃഢമായിട്ടുള്ള ഈമാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാത്ത ശക്തി എന്നുള്ളത് അഥവാ ഒരു മനുഷ്യന് അല്ലാഹു തആല ഫിത്രത്തിയായി നൽകിയിട്ടുള്ള സൗന്ദര്യമാവട്ടെ, ശക്തിയാവട്ടെ, രൂപമാവട്ടെ, അല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളുടെ മേലെ ഒരാൾ മദ്ഹ് ചെയ്യപ്പെടൂല. അയാൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതായത് ഒരാൾക്ക് നല്ല ശക്തിയുണ്ട്, ആ ശക്തിയുടെ മേലെ അയാൾക്ക് എന്തില്ല? മദ്ഹില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാലും അയാൾക്ക് മദ്ഹില്ല. ഒരാൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, ആ സൗന്ദര്യത്തിന്റെ മേലെ അയാൾക്ക് എന്തില്ല? മദ്ഹില്ല. മദ്ഹിന് അർഹനല്ല അയാൾ, കാരണം അയാളുടെ കഴിവുകൊണ്ടുള്ളതല്ല. എന്നാൽ ആ ശക്തി കൊണ്ട് അയാൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നു, അയൽവാസികളെ സഹായിക്കുന്നു, മറ്റുള്ള പാവപ്പെട്ടവരെ ഉപകാരം ചെയ്യുന്നു. അങ്ങനെ വന്നാൽ ആ ശക്തി എന്തായി? മദ്ഹ് ചെയ്യപ്പെടുന്ന കാര്യമായി. അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവർക്ക് സൗന്ദര്യമുണ്ട്, ആ സൗന്ദര്യം മദ്ഹ് ചെയ്യപ്പെടാനുള്ളതല്ല. എന്നാൽ ആ സൗന്ദര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിലക്ക് അന്യ പുരുഷന്മാരിൽ നിന്ന് മറച്ചു നടക്കുന്ന ആ രീതിയിൽ ജീവിക്കുന്നതാണെങ്കിൽ ആ സൗന്ദര്യം മദ്ഹ് ചെയ്യപ്പെടുന്നതാണ്. അതായത് ഏത് കാര്യവും ഫിത്രത്തിയായിട്ട് അള്ളാഹു നൽകുന്ന കാര്യങ്ങളുടെ മേലെ ഒരാൾക്ക് മദ്ഹില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ഈമാനിന്റെ ശക്തിയാണ്. ഈ ശക്തി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് എന്ന അർത്ഥത്തിൽ മാത്രം. വഫീ കുല്ലിൻ ഖൈറുൻ എന്നിട്ട് പറഞ്ഞു രണ്ടു കൂട്ടരിലും ഖൈറുണ്ട്. ഒരാൾ ദുർബല ഈമാനാണെങ്കിൽ അവൻ എന്തുണ്ട്? നന്മയുണ്ട്. അവൻ തീരെ നന്മയിൽ നിന്ന് പുറത്തല്ല. എന്നിട്ട് പറഞ്ഞു ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നീ താല്പര്യം കാണിക്കുക, അഥവാ അതിനുവേണ്ടി നീ പണിയെടുക്കുക. നിനക്ക് ഗുണം ഉള്ള കാര്യങ്ങളിൽ നീ നിന്റേതായ ഇഹ്രിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ താല്പര്യം കാണിക്കുക, പരിശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിൽ. നിനക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യം ഏതാണോ അതിന് നീ കൂടുതൽ ആഴത്തിൽ പരിശ്രമിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. അതായത് ഒരു കാര്യം ഇപ്പൊ നമ്മൾ നല്ലൊരു ഏത് കാര്യമാവട്ടെ, എന്തെങ്കിലും നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പണിയെടുക്കുകയാണ്, അത് നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ്, നമുക്ക് ബാഹ്യമായിട്ട് നന്മയുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഉപകാരം ഉണ്ടെന്ന് കണ്ടാൽ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം എഫേർട്ട് അതിനെടുക്കുക, പരിശ്രമിക്കുക. അതാണ് ഇഹ്രിസ് അലാ മാ യൻഫഉക് എന്ന് പറഞ്ഞാൽ. എന്നാൽ ആ എഫേർട്ട്, പരിശ്രമം ഞാൻ എന്റെ കഴിവുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നോണ്ടൊക്കെ എനിക്ക് കിട്ടുന്നതാണോ? അല്ല. വസ്തഇൻ ബില്ലാഹ്, അഥവാ അള്ളാഹുൽ തവക്കുൽ ചെയ്തുകൊണ്ടായിരിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ ആദ്യം തവക്കുൽ ഉണ്ടാവണം എന്നാ. ചില പണ്ഡിതന്മാർ ചില വാക്ക് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സലാസുൽ ഉസൂലിലേക്ക് പറയുന്നുണ്ട്, അതിന്റെ ഷർഹിൽ പറയുന്നുണ്ട്. ചില ആളുകൾ പറയാറുള്ള ഒരു വാക്കാണ്, ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, പിന്നെ അള്ളാഹിലോട് തവക്കുലാക്കി എന്ന് പറയും. അല്ലെങ്കിൽ ഞാനും പാതി, അള്ളാഹുവിൽ തവക്കുലും പാതി, എന്റെ പരിശ്രമം പകുതി, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്. കാരണം തവക്കുൽ എന്നുള്ളത് നമ്മൾ ചെയ്തതിന് ശേഷം തുമ്മ അല്ല വേണ്ടത്, അതിനോടൊപ്പം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ആദ്യം ഉണ്ടാവേണ്ട കാര്യമാണ്, അതിനോടൊപ്പം ഉണ്ടാവണം. ചിലപ്പോൾ ആദ്യം ഉണ്ടാകേണ്ട കാര്യമാണ് എന്ത്? തവക്കുൽ. അഥവാ നമ്മളൊക്കെ ചെയ്ത് ചില ആൾക്കാർ ധാരണയുണ്ട്, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് പിന്നെ അള്ളാഹുവിൽ മേൽപ്പിക്കുകയാണ്. ആ വാക്ക് തന്നെ ശരിയല്ല എന്ന് നിലക്ക് പറഞ്ഞു കാണാം. പരിശ്രമത്തിനോടൊപ്പം തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ് എന്ത്? ഭരമേൽപ്പിക്കൽ എന്നുള്ളത്. വേറിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. വസ്തഇൻ ബില്ലാഹ്, നീ അള്ളാഹുവിനോട് സഹായം തേടുക, അഥവാ തവക്കുൽ ചെയ്യുക. വലാ തഅജിസൻ, നീ ദുർബലനാകരുത്, അഥവാ നിനക്ക് കഴിയൂല, എനിക്ക് ഇതൊന്നും വയ്ക്കൂല എന്ന നിലക്ക് ദുർബലത കാണിച്ച് അതിൽ നിന്ന് പിൻവാങ്ങരുത്. എന്താണോ നല്ലൊരു കാര്യം, നിന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം എഫേർട്ട് നീ എടുത്ത് പരിശ്രമിക്കുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അല്ലാതെ കഴിയില്ല, വയ്ക്കൂല എന്നൊന്നും പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. എന്നിട്ട് പറയാണ്, നീ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, എന്നിട്ടും ഫഇൻ അസാബക ശൈഉൻ, എന്നിട്ടും നിനക്ക് എന്തെങ്കിലും ബാധിക്കുകയാണ് എങ്കിൽ, നീ ചെയ്യേണ്ട കാര്യം ചെയ്തു, അഥവാ നിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്തു, അള്ളാഹുവിൽ പരമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും നിനക്ക് പ്രതീക്ഷിച്ച റിസൾട്ട്. ഇപ്പൊ ഒരു കുട്ടി പരീക്ഷ എഴുതാണ്, അല്ലെങ്കിൽ ഒരാൾ പരീക്ഷ എഴുതാണ്, അവൻ നന്നായി പരിശ്രമിച്ചു, പഠിച്ചു, അള്ളാഹുവിനോടെല്ലാം പ്രാർത്ഥിച്ചു, പരമേൽപ്പിച്ചു, എന്നിട്ട് പരീക്ഷ എഴുതി, എന്നിട്ട് തോറ്റുപോയി.
എന്നിട്ട് തോറ്റുപോയി, അങ്ങനെ വിചാരിക്കുക. അപ്പോ അത് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫൈൻ അസ്വാബക ഷൈഉൻ, എന്നിട്ടും നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ബാധിക്കുകയാണ്, ഫലാ തഖുൽ, നീ പറയരുത് ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന നിലക്കുള്ള വാക്ക് നീ പറയരുത്. വലാകിൻ, പക്ഷേ നീ പറയേണ്ടത് ഖുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. ഖദ്ദറല്ലാഹു, അല്ലാഹു ഖദറാക്കിയതാണ്, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യുന്നു, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുക. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഖദറിൽ എന്തുണ്ടാവരുത്, നിരാശ ഉണ്ടാവരുത്. അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ ഒരു വണ്ടിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് വണ്ടി ഇടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്തിട്ട് അള്ളാഹിന്റെ ഖദർ നടന്നു കഴിഞ്ഞാൽ അതിലൊരു എന്ത് കാണിച്ചിട്ട്, വിമുഖത കാണിച്ച ആ ഖദറിനെ വെറുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്ന നിലക്ക് പറയുന്നത്. ഏതുപോലെ മുനാഫിഖീങ്ങൾ യുദ്ധത്തിന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ആയിരുന്നെങ്കിൽ അവർ ഒന്നും പറ്റില്ലായിരുന്നു എന്ന നിലക്കൊക്കെ അള്ളാഹുവിന്റെ ഖദറിനോട് എന്താവരുത്, അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഖദർ, അള്ളാഹുവിന്റെ ആ തീരുമാനത്തിനോട് വെറുപ്പ് കാണിക്കുന്ന രീതിയിൽ ലൗ എന്നുള്ള പദം ഉപയോഗിക്കരുത്. അതാ പറഞ്ഞത് ഫൈന്ന ലൗ, ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നുള്ളത്. ഫൈന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, കാരണം ആ എങ്കിൽ എന്നുള്ള രീതിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ശൈത്താന് കൂടുതൽ എന്തായി, അവന്റെ വിശ്വാസത്തിൽ കുഴപ്പം വരുത്താൻ സാധിക്കും. പിശാചിന്റെ കവാടങ്ങൾ അവിടെ തുറക്കും. ഇത് ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഒരു വലിയ നതീജയാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട്. പിന്നെ അതിൽ യാതൊരു മടിയോ ദുർബലതയോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പരിശ്രമിക്കുക. പിന്നെ അതിൽ എന്ത് റിസൾട്ട് വന്നാലും എന്താണ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ അതിൽ ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെ ലവ് എന്നുള്ള പദം ഉപയോഗിക്കാൻ പറ്റും, ഒരു ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരാളിപ്പോ രാത്രി നേരം വൈകി ഉറങ്ങി, എന്നിട്ട് അവന് തഹജ്ജുദ് നഷ്ടപ്പെട്ടു. അവൻ പറയാണ്, ഞാൻ നേരത്തെ ഉറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല, ലവ് എന്നുള്ള പദം ഉപയോഗിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് അള്ളാഹുവിന്റെ ഖദറിനെ പിന്നെ വെറുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ലവ് എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയുമാണ് അൽ ഈമാനു ബിൽ ഖദറിലെ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്തത് മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മലക്കുകളുമായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ, മലക്കുകളുടെ വിശേഷണങ്ങൾ, അവരുടെ വസ്ത്രം എങ്ങനെയാണ്, അവരുടെ ശക്തി, കഴിവ്, ഇതിനൊക്കെ അറിയിക്കുന്ന ചില അസ്റകളും ഹദീസുകളൊക്കെ അടുത്ത ബാബിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.